പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ ഒരു തരത്തിലും ഒരു സംയമനത്തിന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേശത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന് മുതിരുന്നില്ല എന്നാണ് ഈ രാത്രിയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണിപ്പോൾ പാകിസ്ഥാന്റെ നടപടികൾ വരുന്നത്. ഒരു BSF ജവാന് വീരമൃത്യു സംഭവിച്ചു എന്നുകൂടി വാർത്തകൾ വരുന്നു. അതിർത്തിയിൽ വലിയ തോതിൽ തന്നെ പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് സ്വപ്നം കണ്ടത്? ആ സ്വപ്നത്തിന് ഒരു മാനവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പോലും അവരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പോകാൻ പോലും ഉള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബി ബാലഗോപാൽ കശ്മീരിൽ നിന്നും ചേരുകയാണ്. ബാലു, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ കശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള നേരത്തെ എക്സിൽ പോസ്റ്റ് ചെയ്ത ഞെട്ടിക്കുന്ന ചില വരികൾ, അതിനുശേഷം വരുന്ന പല ഭാഗങ്ങളിൽ നിന്നും, അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ, ഡ്രോണുകളുടെ സാന്നിധ്യം, അതൊക്കെ ഏതൊക്കെ മേഖലകളെ ബാധിച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ രാത്രിയിലും തുടരുന്നുണ്ട്, തിരിച്ച് സൈന്യത്തിന്റെ തിരിച്ചടികൾ എങ്ങനെയാണ് ബാലു? പ്രതീക്ഷ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്കിപ്പോൾ പങ്കുവയ്ക്കേണ്ടത്, ഈ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് ഈ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം, അല്ലെങ്കിൽ അവർ നൽകുന്ന വിവരമനുസരിച്ച് അതിർത്തിയിൽ ഒരിടത്തും നിലവിൽ ഷെല്ലിംഗ് നടക്കുന്നില്ല എന്നതാണ്. ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അസ്നൂർ, അതുപോലെ തന്നെ സാംബ മേഖലകളിൽ ഷെല്ലിംഗ് നടന്നിരുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഷെല്ലിംഗ് നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീനഗറിലെ ഈ ബ്ലാസ്റ്റ്, അതായത് സ്ഫോടനം നടന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇപ്പോൾ ചില അവ്യക്തതകൾ ഉയരുകയാണ്. കാരണം നേരത്തെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഈ സ്ഫോടനം നടന്നുവെന്ന് പറഞ്ഞത്. സ്ഫോടന ശബ്ദം കേട്ടതായി തദ്ദേശവാസികളുടെ വാക്കുകളുമൊക്കെ, ചില പ്രതികരണങ്ങളുമൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ സ്ഫോടനം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരോ അതല്ല പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളോ തയ്യാറാകുന്നില്ല എന്നതാണ്. ഫലത്തിൽ ഈ ഡ്രോൺ അറ്റാക്ക് അല്ലെങ്കിൽ ഡ്രോണുകൾ എത്തിച്ചേർന്നു. അതിന്റെ ഭാഗമായുള്ള നടപടികളുടെ ഭാഗമായി ചില മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ലഘൂകരിച്ചാണ് ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കാണുന്നത് എന്നതാണ് സുപ്രധാനമായ കാര്യം. ഇതിനു പുറമെ മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്ന കാര്യം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂപപ്പെട്ട, അല്ലെങ്കിൽ അവർ ഉഭയകക്ഷി ചർച്ചയിലൂടെ തയ്യാറാക്കിയ ധാരണകൾ പാകിസ്ഥാൻ ലംഘിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഈ ഷെല്ലിംഗ് നടന്നു എന്നതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ ശ്രീനഗറിൽ സ്ഫോടനം നടന്നു എന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ അവർ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നില്ല. ഷെല്ലിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ ശ്രീനഗറിൽ സ്ഫോടനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ജമ്മു കശ്മീരിന് പുറത്തേക്ക് പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെ ഈ ഡ്രോണിന്റെ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള നടപടികൾ തുടരുക. അപ്പോൾ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്, അതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ ബാലു പോലെ തന്നെ ഷെല്ലിംഗ് ഉണ്ടായിട്ടില്ല എന്ന സ്ഥിരീകരണം വരുന്നു, സ്ഫോടനവും ഉണ്ടായിട്ടില്ല, പക്ഷേ ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്, സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതാ നിർദ്ദേശം ശ്രമിക്കണം എന്ന് കൂടി ഔദ്യോഗികമായി പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്.